ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ജി സുധാകരനെ തള്ളി CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. ജി സുധാകരന് വീഴ്ച വന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടറിനോട് ആർ നാസർ കോൺഗ്രസ് വേദിയിൽ സർക്കാരിനെ മോശപ്പെടുത്തി പ്രസംഗിച്ചു. സുധാകരൻ ഇത് നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നം തീരും. മുതിർന്ന നേതാവായാലും താഴ്ന്ന നേതാവായാലും പാർട്ടി തന്നെയാണെന്നും ആർ നാസർ പറഞ്ഞു. മുതിർന്ന നേതാവും താഴ്ന്ന നേതാവായാലും പാർട്ടിയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാവരും ഒരുപോലെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഗവൺമെന്റിനെ മറ്റാരെങ്കിലും പരസ്യം ചെയ്യാൻ പാടില്ല. ആരും ചെയ്യാൻ പാടില്ല, ഒരാളും പാടില്ല. വീഴ്ച വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്, യാതൊരു പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പ്രതികരണം വന്നത്. രണ്ടും ശരിയായില്ല. നമ്മുടെ പാർട്ടിയുടെ നിലപാട് രണ്ടുപേരും ശരിയായില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. അത് അവരോടും പറഞ്ഞിട്ടുണ്ട്, സുധാകരൻ സാറിനോട് അത് പറഞ്ഞിട്ടുണ്ട്. ശരത് SS നൽകും വിശദാംശങ്ങൾ. ശരത്ത്, ഇന്ന് മന്ത്രി സജി ചെറിയാനെതിരെ പരസ്യമായി തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രതികരണം തന്നെയാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം എന്താണ്? KPCC യോഗത്തിൽ KPCCയുടെ പരിപാടിയിൽ പങ്കെടുത്തതിൽ മാത്രമാണ് ഈ പ്രവർത്തകർക്ക് വിയോജിപ്പുണ്ടായിരുന്നത്, അല്ലാത്ത പക്ഷം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പാർട്ടിയിൽ എന്ന് തന്നെയാണോ ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം? അതായത് ജി സുധാകരനെ തള്ളിത്തന്നെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആർ നാസർ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് തിരുത്തേണ്ടത് ജി സുധാകരൻ എന്നുള്ളതായിരുന്നു ആർ നാസറിന്റെ പ്രതികരണം. ഒപ്പം സുധാകരന് വീഴ്ച വന്നിട്ടുണ്ട്, സുധാകരനാണ് ഇത് നിർത്തേണ്ടത്, സുധാകരൻ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം തീരുമെന്നുള്ളതാണ് ആർ നാസർ പ്രതികരിക്കുന്നത്. നേരത്തെ സുധാകരൻ ഇത്തരത്തിൽ സൈബർ ആക്രമണത്തിനുമായി ബന്ധപ്പെട്ട സുധാകരനെതിരെയുള്ള സൈബർ ആക്രമണം ബന്ധിച്ച് ഈ ആക്രമണം നടത്തിയ ആളുകളോട് ഇത്തരത്തിൽ വിശദീകരണം തേടിയിരുന്നു. അവരോട് തിരുത്താൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു. നടപടി എന്നുള്ളത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ മാത്രമല്ല, താക്കിയത് എന്നുള്ളതും പാർട്ടിയുടെ നടപടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടി നടത്തിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സുധാകരൻ രൂക്ഷ വിമർശനവുമായി വീണ്ടും പരസ്യ പ്രതികരണം നടത്തി. അങ്ങനെ വിമർശനമുണ്ടെങ്കിൽ അത് പരസ്യമായിട്ടല്ല പറയേണ്ടത്, പാർട്ടിക്കുള്ളിൽ പറയണമായിരുന്നു എന്നടക്കമാണ് ഇപ്പോൾ ആർ നാസർ പ്രതികരിക്കുന്നത്. ഒപ്പം ഈ സുധാകരനെതിരായ സൈബർ ആക്രമണം അത് കോൺഗ്രസ് വേദിയിൽ പോയതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല കോൺഗ്രസ് വേദിയിൽ പോയി ശബരിമല വിഷയം പറയുകയും ചെയ്തു. അത് സഖാക്കളെ ചൊടിപ്പിച്ചു. അതാണ് ആക്രമണത്തിന് പിന്നിലുണ്ടായത് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി ആർ നാസർ പറയുന്നത്. ഒപ്പം മുതിർന്ന നേതാവായാലും താഴ്ന്ന നേതാവായാലും പാർട്ടി തന്നെയാണ് എന്നും നാസർ പറഞ്ഞു വെക്കുന്നുണ്ട്. സൈബർ ആക്രമണത്തെ ഒപ്പം ന്യായീകരിക്കുന്നില്ല എന്നും അവരോട് ഈ സൈബർ ആക്രമണം നടത്തിയവരോട് തിരുത്താൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുമാണ് ആർ നാസർ പ്രതികരിച്ചത്. വ്യക്തമാണ്. ശരത് SS ആണ് വിശദാംശങ്ങൾ നൽകിയത്.